ഇന്ത്യ ഡ്രോൺ ആയുധശേഖരം വർദ്ധിപ്പിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനു ശേഷം പ്രതിരോധ രംഗത്തെ കൂടുതൽ സജ്ജമാക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത്. സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യൻ സൈന്യം 2000 കോടി രൂപ വിലമതിക്കുന്ന 850 കാമികസ് ഡ്രോണുകൾ സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ്. പാകിസ്ഥാനും പാക് അധീന കാശ്മീരിലെ ഭീകര ഗ്രൂപ്പുകൾക്കുമെതിരായ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂരിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് ഇന്ത്യൻ സായുധസേന തങ്ങളുടെ പ്രതിരോധ സേനയെ ശക്തിപ്പെടുത്താൻ മുന്നോട്ട് പോവുകയാണ്. ഈ മാസം അവസാനം ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അനുമതി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ ഏറ്റെടുക്കൽ ആധുനിക യുദ്ധത്തോടുള്ള ഇന്ത്യയുടെ സമീപനത്തിലെ ഒരു വലിയ ചുവടുവയ്പായിരിക്കും. ആഭ്യന്തര നിർമ്മാതാക്കളിൽ നിന്ന് ലഭിക്കുന്ന തദ്ദേശീയ ഡ്രോണുകൾ ഉയർന്നുവരുന്ന ഭീഷണികളെ നേരിടുന്നതിന് കരസേന, നാവികസേന, വ്യോമസേന എന്നിവയെ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സജ്ജമാക്കുന്നെന്നാണ് റിപ്പോർട്ടുകൾ. സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭവുമായി യോജിച്ച് പ്രതിരോധ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഈ കരാർ. മേഖലയിൽ രാജ്യം തങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ കാമികാസെ ഡ്രോണുകൾ തന്ത്രപരമായ ഒരു മുൻതൂക്കം നൽകും. കൃത്യമായ ആക്രമണങ്ങൾ സാധ്യമാക്കുകയും കൊളാറ്ററൽ നാശനഷ്ടങ്ങൾ കുറയ്ക്കുകയും ചെയ്യും. തീവ്രവാദ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിടുന്നതിൽ ഡ്രോണുകൾ നിർണായക പങ്ക് വഹിച്ച ഓപ്പറേഷൻ സിന്ദൂറിലെ സൈന്യത്തിന്റെ അനുഭവം ഈ തീരുമാനത്തെ അറിയിച്ചു. സമീപ ഭാവിയിൽ 30,000 അലഞ്ഞുതിരിയുന്ന യുദ്ധോപകരണങ്ങൾ വിന്യസിക്കാൻ പദ്ധതിയിടുന്ന ഇന്ത്യൻ സൈന്യം യുദ്ധശേഷിയിൽ വലിയ മാറ്റം കൊണ്ടുവരുന്നുണ്ട്. ഡ്രോണുകൾ കാലാൾപ്പട ബറ്റാലിയനുകളിൽ സംയോജിപ്പിക്കും. ഓരോ യൂണിറ്റും ഈ ആളില്ല ആകാശവാഹനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു ആഷ്നി പ്ലാറ്റൂൺ രൂപീകരിക്കും. സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ലക്ഷ്യസ്ഥാനത്ത് ഇടിക്കുന്നതിനു മുൻപ് മുകളിൽ പറക്കാൻ രൂപകൽപ്പന ചെയ്ത ആളില്ല ആകാശവാഹനങ്ങളാണ് കാമികാസെ ഡ്രോണുകളെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. നിരീക്ഷണത്തിനും ആക്രമണത്തിനും ഉപയോഗിക്കുന്ന ചിലവ് കുറഞ്ഞതും ഉയർന്ന കൃത്യതയുള്ളതുമായ ഉപകരണങ്ങളാണിവ. കൊളാറ്ററൽ നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നു. ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ശത്രു സ്ഥലങ്ങൾക്കെതിരെയും കലാപവിരുദ്ധ പ്രവർത്തനങ്ങളിലും ഈ ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള ഒരു ആഷ്നി പ്ലാറ്റൂണിനെ ഓരോ കാലാൾപ്പട ബറ്റാലിയനിലും സജ്ജമാക്കാൻ സൈന്യം പദ്ധതിയിടുന്നുണ്ട്. സമീപ ഭാവിയിൽ ഏകദേശം 30,000 അലഞ്ഞുതിരിയുന്ന യുദ്ധോപകരണങ്ങൾ ഉൾപ്പെടുത്തും. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സൈന്യം മുൻപ് ഡ്രോണുകൾ ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലെ ഭീകരാസ്ഥാനങ്ങൾ ലക്ഷ്യമിട്ട് 9 ഭീകര കേന്ദ്രങ്ങളിൽ 7 നിർവീര്യമാക്കി. പാകിസ്ഥാൻ സൈന്യത്തെയും ഡ്രോണുകൾ ആക്രമിച്ചു. വൻ നാശനഷ്ടങ്ങളും ആളപായവും വരുത്തിവെച്ചു. പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമവുമായി യോജിച്ച് തദ്ദേശീയ നിർമ്മാതാക്കളിൽ നിന്നാണ് ഡ്രോണുകൾ വാങ്ങുന്നത്. ഇൻസൈഡ്, FPV വെഞ്ചേഴ്സ്, മഹർഷി ഇൻഡസ്ട്രീസ് തുടങ്ങിയ കമ്പനികൾ യൂണിറ്റിന് ഏകദേശം 400 വിലയുള്ള താങ്ങാനാവുന്നതും ഉയർന്ന കൃത്യതയുള്ളതുമായ കാമികാസെ ഡ്രോണുകൾ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകുന്നുണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.